All Kerala distribution ship കൊടുക്കാണ് business bench brand ambassador സത്യരാജ് actor സത്യരാജ് ആണ്. சார் இப்ப நம்ம business benchல நியூவா லான்ச் பண்ணிருக்க innovative products sofit panel. சோ உங்களுக்கு சன்லைட்டா இருக்கட்டும் ரெயினா இருக்கட்டும் இல்ல உங்களுக்கு வெளியில போடுறோம் அப்படிங்கறப்ப உங்களுக்கு அந்த ரஸ்ட் ஃபார்மேஷன் கரோஷன் இது என்ன மாதிரியான மழையிலும் வெயிலாயிலும் ஒரு பிரச்சனை எதுமே ப்ராப்ளம் வராது. இது வந்து ஸ்டோன் கோட்டட் ஸ்டீல் ரூஃபிங் மெட்டீரியல். ஆக்சுவலி உங்களுக்கு பார்க்கிறதுக்கு ஸ்டீல் மாதிரியே இது இருக்கும் பட் மேல வந்து உங்களுக்கு ஸ்டோன் கோட்டட்ல வரும். ஓகே ஆல் இந்தியா எത്ര டிஸ்ட்ரிபியூட்டர்ஸ் டோட்டல் ஆயிட்டு ஒரு 15 more than 15 ஸ்டேட்ஸ் நம்ம கவர் பண்ணியாச்சு. இது AC4 டைப்னு சொல்லுவோம் ஜெர்மன் டெக்னாலஜி. ഹായ് ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കരൂറിലാണ്. കരൂറിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ തരുന്ന ഒരു കമ്പനീനെ ഞാൻ പരിചയപ്പെടുത്താണ്. വളരെ എക്സൈറ്റിംഗ് ആണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് കൺസ്ട്രക്ഷൻ ഏരിയ എന്ന് തോന്നുന്നത്. കൺസ്ട്രക്ഷൻ ഏരിയയിൽ പ്രീമിയം മെറ്റീരിയലുകളുടെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ്, അതുപോലെ നല്ല പ്രോഫിറ്റ് മാർജിനുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സത്യരാജ് ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കരൂറിലുള്ള ബിസിനസ് ബെഞ്ച്. ഈ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. വെൽക്കം ടു വീഡിയോ. ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് കരൂറാണ്. തമിഴ്നാട്ടിലുള്ള കരൂർ എന്നൊരു സ്ഥലത്താണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ബിസിനസ് ബെഞ്ച് എന്നൊരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡീലർഷിപ്പാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ സ്ഥാപനത്തിൽ നേരിട്ട് പോയി അവിടുത്തെ ബിസിനസ് മാനേജറായിട്ടുള്ള ശക്തിയോട് സംസാരിച്ചു. അതേപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു, ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ കണ്ടു, പുതുതായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ആക്ച്വലി ഒരു കമ്പനിയാണ്. ഇൻ ഹൗസ് ആയിട്ട് അതിൻ്റെ ഫുൾ ഡിസൈൻസിങ്ങും ഡീറ്റെയിൽസൊക്കെ ചെയ്യുന്ന ഒരു ക്രൂ ഓഫ് ടീംസ് ആൾക്കാർ അവരുടെ കൂടെയുണ്ട്. ഫാക്ടറി ഞാൻ വിസിറ്റ് ചെയ്തു. 3000-4000 സ്ക്വയർ ഫീറ്റുള്ള ഫാക്ടറി ഞാൻ വിസിറ്റ് ചെയ്തു. അവരുടെ ഓരോ പ്രൊഡക്റ്റുകളും ഇവിടെ ലേ ചെയ്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. അതായത് ഓൾ ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യുന്ന മെയിൻ ഫാക്ടറി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരുപാട് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകൾ 10-12 പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുള്ള ഒരു കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അവസരമാണ്. കേരളത്തിലെ ആൾക്കാർക്ക് ബിസിനസ് ബെഞ്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ ഡിസ്ട്രിബ്യൂട്ടർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ലാഭം, നിങ്ങൾ എങ്ങനെ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്നുള്ള ഫുൾ കാര്യങ്ങളാണ് അറിയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമസ്കാരം ദിവ്യ മാഡം. നമസ്കാരം സർ. നമ്മൾ ഇന്ന് എന്താണ് ബിസിനസ് ബെഞ്ചിന്റെ പ്രൊഡക്റ്റ് കാണിക്കാൻ പോകുന്നത്? சார் இப்ப நம்ம பிசினஸ் பெஞ்ச்ல நியூவா லான்ச் பண்ணிருக்க இன்னோவேட்டிவ் ப்ராடக்ட்ஸ் சோஃபிட் பேனல். சோஃபிட் பேனல் ஓகே. എന്താണ് ഇതിന്റെ പ്രത്യേകത? ஆக்சுவலா இது நம்ம யூஸ் பண்றது இன்டீரியர்ல சீலிங்ஸ்லயும் வால்ஸ்லயும் யூஸ் பண்ணலாம். மோஸ்ட்லி இது வந்து ஈஸி இன்ஸ்டாலேஷன் ப்ராசஸ். ஏன்னா நம்ம இப்ப இந்த உங்களுக்கு குரூப்ஸ் தெரியும் இல்லையா, இதுல இன்னொரு பேனல் நம்ம ஜஸ்ட் இன்டர்லாக் பண்ணிட்டு ஸ்க்ரூயிங் பண்றதுதான். அത്രേ ഉള്ളൂ. അത്ര ഈസിയാണ് സംഭവം. ഈസി ഇൻസ്റ്റാളേഷൻ. എന്തൊക്കെ കളർസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് இந்த 6 വേരിയന്റ്സ് இருக்கு சார். ஆக்சுவலா early American, teak wood, light oak, brown, Jacobean wood, graphite ഇങ്ങനെയുള്ള കളർ കാണുന്നുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക. இந்த மாதிரி உங்களுக்கு வந்து ஃபினிஷிங் இருக்கும். ஃபினிஷிங். Yes sir. Okay. Reputed interior brand. So இப்ப இந்த மெட்டீரியல்ஸ் வந்து இந்த மாதிரி கலர்ஸ்ல வருது அப்படிங்கறப்ப உங்களுக்கு பார்க்கிறதுக்கு நேச்சுரல் வுட் மாதிரியே இருக்கும். பட் இது வந்து வுட் கிடையாது. வுட் கிடையாது. ஓகே சூப்பர். அப்ப இந்த ரேட் எത്രയാണ് ஏകദേശം വരുന്നത് அப்ராக்ஸிமேட்லி? இதுனா நம்ம வந்து டைரக்ட் கிளையன்ட்க்கு கொடுக்கறோம் அப்படிங்கறப்ப கம்ப்ளீட் இன்ஸ்டாலேஷனோட per square feet 160 கொடுக்கிறோம். 160 കൊടുക്കണം. അപ്പൊ ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റീറ്റെയിലിൽ കിട്ടുക അല്ലേ? Yes sir. ഓക്കെ സൂപ്പർ. അപ്പൊ ഇതിന്റെ വേറെ മാർക്കറ്റിൽ ഇപ്പൊ ഇതേപോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ബിസിനസ് ബെഞ്ചിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? மத்த மெட்டீரியலோட கம்பேர் பண்ணும்போது சோ இதுக்கு நமக்கு டெர்மைட் ரெசிஸ்டன்ஸ், வாட்டர் ரெசிஸ்டன்ஸ், ஃபயர் ரெசிஸ்டன்ஸ் எல்லாமே நம்ம ப்ரொவைட் பண்றோம். சோ உங்களுக்கு நேச்சுரல் வுட் மாதிரியே இருக்கு பட் வுட் கிடையாது இல்லையா? அப்ப நேச்சுரல் வுட் போனீங்க அப்படினா கண்டிப்பா காஸ்ட் உங்களுக்கு பயங்கரமா எக்ஸ்பென்சிவா இருக்கும். பட் இதுனா உங்களுக்கு PVC மெட்டீரியல். சோ ஆக்சுவலா நமக்கு இது ரீயூசபிள் பண்ணிக்கலாம். ഇതിന്റെ വാറന്റി ഒക്കെ എങ്ങനെയാണ്? இது நமக்கு இன்டீரியர்ல யூஸ் பண்றோம்ங்கறப்ப கண்டிப்பா 30 இயர்ஸ் வரைக்கும் உங்களுக்கு லைஃப் டைம் இருக்கும். ஓகே சூப்பர். ஓகே டன். இது കഴിഞ്ഞ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാണ് മാഡം? சோ ஆக்சுவலா நெக்ஸ்ட் ப்ராடக்ட் நம்ம WPC எக்ஸ்டீரியர் பேனல். ஓகே. ഈ കാണുന്നത് மோஸ்ட்லி நம்ம இன்டீரியர் பேனல்ஸ் ஃபர்ஸ்ட் பண்ணிட்டு இருந்தோம். சோ கிளையண்டோட ரெக்வயர்மென்ட் என்ன அப்படினா இதே மாதிரி நம்ம எக்ஸ்டீரியர்ல போடுறதுக்கு இருக்கா அப்படிங்கற மாதிரி கேட்டிருந்தாங்க. சூப்பர். எக்ஸ்டீரியர் பிளான் சிம்பிள் சன்லைட் கண்டினியூஸ் எக்ஸ்போஸ். ஓகே. சோ உங்களுக்கு சன்லைட்டா இருக்கட்டும் ரெயினா இருக்கட்டும் இல்ல உங்களுக்கு வெளியில போடுறோம் அப்படிங்கறப்ப உங்களுக்கு அந்த ரஸ்ட் ஃபார்மேஷன் கரோஷன் இது என்ன மாதிரியான മഴയായാലും വെയിലായാലും ഒരു പ്രശ്നം എതുമേ പ്രോബ്ലം വരാതെ. ഓക്കേ സൂപ്പർ സൂപ്പർ. വലിയ എക്സ്റ്റീരിയർ നമ്മുടെ വരാന്തയിലും സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ പാനൽസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ് സർ. இப்போ இன்டீரியர் பேனலோட கம்பேர் பண்ணும்போது உங்களுக்கு weight நீங்க வந்து ஃபீல் பண்ணி பார்க்கலாம். சோ இதோட சைஸுமே 9.5 ஃபீட். சோ பிரெத்ல உங்களுக்கு 8 இன்ச்சஸ்ல வரும். நல்ல ஹெவி ஆனல்ல? ஹெவியா இருக்கும். ஓகே ஓகே ஓகே. சோ டைரக்ட்டா நீங்க வெளியில யூஸ் பண்றோங்கறப்ப சேம் process அலுமினியம் சேனல்ஸ் போட்டு ஸ்க்ரூயிங் பண்றதுதான். ஒன்னோட பேனல் ஒன்னு ഇന്റർലോക്കിംഗ് பண்ணி സ്ക്രൂയിങ് பண்றதுதான். സോ ഇതിന് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് നമുക്ക് വാളിൽ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല, പുട്ടി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ?
അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലേ? ഓക്കെ, സൂപ്പർ, നൈസ് 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 നൈസ്. ഇതിന് എത്ര വാറണ്ടി ഉണ്ട്? ഇപ്പൊ പുറത്ത് എക്സ്പോഷർ ലൈറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഏകദേശം എത്ര വാറണ്ടിയാണ് നിങ്ങൾക്ക്? இதுமே நமக்கு ஒரு 20 இயர்ஸ் வரைக்குமே உங்களுக்கு லைஃப் டைம் இருக்கும். 20 இயர்ஸ் லைஃப் டைம் இருக்கு. சோ இந்த மாதிரி உங்களுக்கு கலர் ஃபேடிங் இருக்குமா இல்ல இந்த மாதிரி பீல் அவுட் ஆயிட்டு வருமா, நம்ம இப்ப கரோசிவ் ஆகுமா அப்படினா அந்த மாதிரி கம்ப்ளைண்ட்ஸ் எதுவுமே இருக்காது. ஓகே. சோ ஆக்சுவலா மெட்டீரியல் ஹார்டா இருக்கும் உங்களுக்கு. அது நல்ல நல்ல ஹெவி சானாണ്. ഇറ്റ്സ് ലൈക്ക് വുഡൻ പോലെ തന്നെയാണ് ഇതൊക്കെ. എക്സാക്ട്ലി സെയിം തന്നെയാണ്. അതേ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസ്. ഓക്കെ, ഇതിനും എത്ര കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇതിൽ നമുക്ക് 5 കളേഴ്സ് ഇருக்கு സർ. 5 കളേഴ്സ് ഇருக்கு. ഓക്കെ, ഈ കാണുന്നതാണ് ആ കളേഴ്സ് അല്ലേ? ഓക്കെ, ഡിപെൻഡ്സ് ഓൺ നിങ്ങളുടെ ആംബിയൻസും കാര്യങ്ങളും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സൂപ്പർ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാണ് മാഡം? இது வந்து நமக்கு நெக்ஸ்ட் ப்ராடக்ட். ஓகே. சோ இது வந்து ஸ்டோன் கோட்டட் ஸ்டீல் ரூஃபிங் மெட்டீரியல். ஆக்சுவலி உங்களுக்கு பார்க்கிறதுக்கு ஸ்டீல் மாதிரியே இது இருக்கும், பட் மேல வந்து உங்களுக்கு ஸ்டோன் கோட்டட்ல வரும். ஓகே ஓகே. சோ இதுவுமே நம்ம எக்ஸ்டீரியர்ல யூஸ் பண்றது தான். ഓക്കെ, ഇതും എക്സ്റ്റീരിയർ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് സ്റ്റീൽ ആണല്ലോ സാധനം? യെസ് സർ, സ്റ്റീൽ ആണ്. അതിന്റെ മുകളിൽ സ്റ്റോൺ കോട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ കോട്ടഡ്. ഓക്കെ, നല്ല പ്രീമിയം ആയിട്ടുള്ള ലുക്ക് കിട്ടുന്ന രീതിയിലാണ് സംഭവം ഉള്ളത് കേട്ടോ. ഇതും എക്സ്റ്റീരിയർ മുകളിൽ വെക്കുന്ന റൂഫിംഗിന് വെക്കുന്ന സാധനങ്ങളാണ്. ரூஃபிங்ல சார் நார்மலா நம்ம அலுமினியம் சேனல்ஸ் போட்டு டைரக்டா ஸ்க்ரூயிங் பண்றதுதான். இதோட சைஸ்னா உங்களுக்கு 7 feet ஹைட் வரும். ஓகே, பிரெத்ல 3 feet வரும். சோ 7/3 21 ஸ்கொயர் ஃபீட் ஒரு ஷீட் கவர் ஆகும். ഇതിന്റെ റീറ്റെയിൽ റേറ്റ് ഒക്കെ ഏകദേശം എത്രയാണ് വരുന്നത്? இதுனா நமக்கு டைரக்டா கிளையன்ட் நமக்கு கொடுக்கறோம் அப்படிங்கறப்ப கம்ப்ளீட் இன்ஸ்டாலேஷனோட per ஸ்கொயர் ஃபீட்க்குனா நம்ம ஒரு 250 அந்த ரேஞ்ச் கொடுக்கலாம். 250 per square feet 250 ആണ് റേഞ്ച് വരുന്നത്. ഇതിന്റെയും വാറണ്ടി ഒക്കെ എങ്ങനെയാണ്? കാരണം ഇതും ലൈറ്റ് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ അല്ലേ? இதுக்கு நமக்கு வெளியில நீங்க போடுறீங்கங்கறப்ப கண்டிப்பா சன்லைட்ஸோ ரெயினோ இந்த மாதிரிலாம் படும். அப்படிங்கறப்ப அந்த மாதிரி எதுவுமே உங்களுக்கு வந்து ப்ராப்ளம் இருக்காது. சோ இன் கேஸ் உங்களுக்கு 10 years குள்ள கலர் ஃபேடிங் எதனா ஆச்சு அப்படினா மேல இருக்க கோட்டிங்க்கு நம்ம ரீப்ளேஸ் பண்ணி கொடுப்போம். കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ തവണ കുറച്ച് പ്രൊഡക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ വീഡിയോ കാണാത്ത ഇനിയും ரொம்ப പേർ പാക്കവില്ലേ? സോ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പൊ പഴയ പ്രൊഡക്റ്റുകൾ ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിക്കാവോ? യെസ്. എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ஆக்சுவலா பேசிக்கா நம்ம பாலிகிரானைட் ஷீட்ஸ். ஓகே. சோ இதுல வந்து நமக்கு ஆக்சுவலா 30 பேட்டர்ன்ஸ் இருக்கு. ஓகே, ഈ കാണുന്നതാണ് അതിന്റെ പാറ്റേൺസ് അല്ലേ? ഓക്കേ ഓക്കേ. உங்களுக்கு 8/4 சைஸ் வரும். 8 feet ஹைட் 4 feet பிரெத்ல. சோ 32 ஸ்கொயர் ஃபீட் ஒரு பேனல் கவர் ஆகும். இതാണ് നമ്മുടെ പോളിഗ്രാനൈറ്റ് ஷீட்ஸ். ஓகே. இது 3 mm thicknessல இருக்கும். ஓகே, 3 mm thickness. சோ glossy finishல இருக்கும் அப்படிங்கறப்ப கிரானைட் அண்ட் மார்பிள் அதுக்கெல்லாம் ஒரு ஆல்டர்னேட்டிவான ப்ராடக்ட். ഓക്കേ ഓക്കേ. ഇത് മോസ്റ്റ്ലി നമ്മൾ ഫ്ലോർ ആയിട്ടും അല്ലെങ്കിൽ വാൾ ആയിട്ടും ഇത് ഫ്ലോറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. No sir, only walls and ceilingsல நம்ம யூஸ் பண்ணலாம். ഇത് കംപ്ലീറ്റ്ലി വാൾസ് ആൻഡ് സീലിംഗ്സിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അല്ലേ? சோ இப்ப பாலிகிரானைட் ஷீட் லேயிங் process அப்படினா நம்ம டைரக்டா நம்மளே க்ளூ ப்ரொவைட் பண்றோம். on glue ஆனல? on glue நம்மளோட பிசினஸ் பெஞ்சோட ப்ராடக்ட் பாண்டெக்ஸ். சோ இது டைரக்டா நீங்க இப்படி லே பண்ணிட்டு டைரக்டா வால்ல பிளேஸ் பண்ணிக்கலாம். ஆக்சஸரீஸ், சேனல் ஆக்சஸரீஸ் அல்ல? எஸ் சார். நம்ம ரெண்டு ஷீட் போடுறோம் அப்படினா அதோட ஜாயினிங்ஸ்ல யூஸ் ചെയ്യാൻ പറ്റുമല്ലേ? ஓகே ஓகே, டன் டன். சோ இது நம்ம கார்னர் பில்லர்ஸ் கார்னர் அந்த மாதிரி இடத்துல நம்ம யூஸ் பண்ணலாம். இது അതിന്റെ ആക്സസറീസ് ആണ്. ഇത് ആക്ച്വലി இது வந்து பார்டர்ஸ் சார். PVC பார்டர்ஸ். இது 2 inches. ஓகே. சோ நம்ம விண்டோஸ் டோர்ஸ் ஓட பார்டர்ஸ்ல கொடுக்கலாம். சீலிங் ஓட பார்டர்ஸ்லயுமே நீங்க பிரெஃபர் பண்ணலாம். இதும் ആ ഒരു രീതിയിൽ തന്നെ. இது 8 inchesல வரும். ஓகே, 8 inches. இது 4 inchesல வரும். 4 inches. இது കഴിഞ്ഞ നെക്സ്റ്റ് ഏതാണ്? So next நம்ம WPC panel. So interior model. Okay, ഇത് എക്സ്റ്റീരിയർ ആണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച പുതിയ പ്രോഡക്റ്റ് ഇത് ഇന്റീരിയർ ആണ്. ഇന്റീരിയർ പ്രോഡക്റ്റ്. ഇന്റീരിയർ ആവുന്ന സമയത്ത് ആക്ച്വലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇതിന് ഹോൾസെയിൽ റേറ്റ് എത്രയാണ് വരുന്നത്? இதுல நமக்கு ரெண்டு மாடல்ஸ் இருக்கு. இது மாடல் 1 மாடல் 2 சொல்லுவோம். சோ இது வந்து உங்களுக்கு 4 grooves வருது. இது 3 grooves வரும். ஒரு இதுல 3 grooves வரும். ஓகே. சோ இது வந்து நமக்கு பார்க்க நேச்சுரல் வுட் மாதிரியே இருக்கும். wooden flooring. ஓகே. சோ இதோட ஸ்டாண்டர்ட் சைஸ் இது வந்து நமக்கு 4 feet 7.71 inchesல இருக்கும். ஓகே. சோ ப்ரீ அட்டாச்டு ஃபோம் இருக்கு. டைரக்டா கீழ நீங்க வந்துட்டு இன்டர்லாக்கிங் பண்றது தான் உங்களுக்கு. கீழ தனியா நீங்க ஃபோம் போட்டு அதுக்கு மேல போர்டு வச்சு இன்டர்லாக் பண்ணனும்ங்கற எந்த நெசசிட்டியுமே இருக்காது. சோ இது AC4 டைப்னு சொல்லுவோம். ஜெர்மன் டெக்னாலஜி. ஓகே, சூப்பர். லுக் லைக் பியூர் ஒரிജിനൽ വുഡ്. ഓക്കേ ഓക്കേ. നല്ല പ്രീമിയം ആണ് ട്ടോ. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. പല കാറ്റഗറി ഓഫ് കളേഴ്സ് ഉണ്ട്. ഓക്കേ, സൂപ്പർ. ഇതിനെ ഫോർ സൈഡ് ഇന്റർലോക്കിംഗ് സിസ്റ്റம்ங்கறப்ப நமக்கு ஜஸ்ட் நீங்க ஒண்ணோட ஒண்ணு வச்சு இன்ஸ்டாலேஷன் பண்ணிக்கலாம். நீங்க ஒரு 100 ஸ்கொயர் ஃபீட் ரூம் இருக்கு அப்படினா ஜஸ்ட் ஒரு 2 ஹார்ஸ்ல நீங்க
കംപ്ലീറ്റ് വർക്ക് ഫിനിഷ്. ഇത് ആക്ച്വലി കഴിഞ്ഞ നെക്സ്റ്റ് ഏതാണ് നമ്മൾ കാണുന്ന വാൾപേപ്പേഴ്സ് ആണ്. വാൾപേപ്പേഴ്സ് ഓക്കേ കണ്ടോ വാൾപേപ്പേഴ്സ് എങ്ങനെയുണ്ട്? സോ വാൾപേപ്പേഴ്സ് കാറ്റഗറി ഓഫ് വാൾപേപ്പേഴ്സ് ഉണ്ട്. வால்பேப்பர்ஸ்ல அரௌண்ட் நமக்கு 57 பேட்டர்ன்ஸ் இருக்கு. சோ இந்த மாதிரி உங்களுக்கு கோல்ட் அண்ட் சில்வரி பேட்டர்ன்ஸ், இந்த மாதிரியான உங்களுக்கு பேட்டர்ன்ஸ், சோ இந்த மாதிரிலாம் உங்களுக்கு இருக்கும் சார். ஃபினிஷிங் வந்து இந்த மாதிரி தான் இருக்கும். ഇനി നമ്മൾ നേരെ പോകുന്ന എവിടത്തേക്കാണ്? ഗോഡൌണിലേക്കാണ് പോകുന്നത്. ഗോഡൌണിലെ അവിടെ പോയിട്ട് നമുക്ക് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണാം. ഞാനിവിടെ വെയർ ഹൗസ് കാണിക്കുന്ന പ്രധാനമായിട്ട് 2 പർപ്പസിനാണ്. കാരണം ഇത്രയും ഓൾ ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യുന്ന അത്രയും പ്രൊഡക്റ്റുകളുടെ കയ്യിലുണ്ട്. വാൾപേപ്പേഴ്സ് ആണെങ്കിലും WPC പാനലാണെങ്കിലും സോഫിറ്റ് പാനൽസ് ആണെങ്കിലും എല്ലാ പ്രൊഡക്റ്റ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാ പ്രൊഡക്റ്റുകളുടെ കയ്യിലുണ്ട്. ഇത് കാണിക്കാനുള്ളൊരു പ്രധാന കാരണം നിങ്ങൾ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന സമയത്ത് നിങ്ങൾക്കൊരു വെയർ ഹൗസ് വേണമെന്നുള്ളത് മസ്റ്റാണ്. വെയർ ഹൗസ് എങ്ങനെ ഇരിക്കണം, ഏത് രീതിയിലാണ് പ്രൊഡക്റ്റുകൾ പ്ലേസ് ചെയ്യേണ്ടത്. കാരണം കേരളത്തിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നിങ്ങളുടെ പ്ലേസിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് പാക്കേജ് ചെയ്ത് വെക്കേണ്ടത്, നമ്മൾ വെയർ ഹൗസിൽ വെക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെയർ ഹൗസ് കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വെയർ ഹൗസ് വേണം, മസ്റ്റാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഒരു കോർപ്പറേറ്റ് ഓഫീസാണ്. ഇതേപോലുള്ള ഒരു കോർപ്പറേറ്റ് ഓഫീസാണ് വേണ്ടത്. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. ഇനി നമ്മൾ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് കൊടുക്കുകയാണ് ബിസിനസ് ബെഞ്ച്. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ശക്തി സാർ നമ്മളോട് പറയും. നമസ്കാരം സാർ. நமஸ்காரம் சார். യെസ് സാർ പ്ലീസ്. சார் என் பேர் சக்தி. நான் பிசினஸ் மேனேஜர் ஒர்க் பண்ணிட்டு இருக்கேன். சோ எங்க கம்பெனி வந்து பாத்தீங்கன்னா லொகேட்டட் இன் கரூர். ஓகே. தமிழ்நாட்டுல கரூர்ல லொகேட் இருக்கு. சோ நமக்கு வந்துட்டு ஆல் இந்தியா வந்து பாத்தீங்கன்னா கன்ஸ்ட்ரக்ஷன் அண்ட் இன்டீரியர் நம்ம பண்ணிட்டு இருக்கோம். ஓகே. ஓவராலா வந்து பாத்தீங்கன்னா நமக்கு இம்போர்ட் அண்ட் செல்லிங் தான். ஓகே சரிங்களா? ഈ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ப்ராடக்ட்ஸ் தான் எல்லாமே. நமக்கு வந்து பாத்தீங்கன்னா ஆல் இந்தியா ஃபுல்லா நமக்கு பிரான்ச்சஸ் வந்து டிஸ்ட்ரிபியூட்டர்ஷிப் கொடுத்துட்டு. சோ நம்மளோட ப்ராடக்ட் பாத்தீங்கன்னா ஸ்டோன் கோட்டட் ரூஃபிங், ஆல்சோ WPC பேனல்ல இன்டீரியர் அண்ட் எக்ஸ்டீரியர், பாலிகிரானைட் ஷீட், வால்பேப்பர்னு ஒரு ரேஞ்ச் ஆஃப் ப்ராடக்ட்ஸ், நிறைய ரேஞ்ச் ஆஃப் ப்ராடக்ட்ஸ் இருக்கு. நம்மளோட ப்ராடக்ட்ஸ் ஆல்ரெடி லைவ்ல போயிட்டு இருக்கும். ഈ കമ്പനി എത്ര വർഷം എസ്റ്റാബ്ലിഷ് ആയിട്ട്? ആൽമോസ്റ്റ് ഒരു ഇപ്പോ വரைக்கும் ഒരു 6 ഇയേഴ്സ് നമ്മ ഓൾ ഇന്ത്യ എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ടോട്ടൽ ആയിട്ടുണ്ട്? ഒരു 15 മോർ ദാൻ 15 സ്റ്റേറ്റ്സ് നമ്മ കവർ പണിയാ. വെരി ഗുഡ് സർ. ആൻഡ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ സത്യരാജ് ആണ്. ഇവിടെ ബ്രാൻഡ് അംബാസിഡർ സത്യരാജ്, ആക്ടർ സത്യരാജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ബെഞ്ചിന്റെ എല്ലാ കൊളാട്രസിലും അദ്ദേഹത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പം കേരളത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ് സർ? കേരള മെയിൻ நம்ம டிஸ்ட்ரிபியூட்டர்ஷிப் பாண்டட் பார்த்துட்டு இருக்கோம். சோ அவங்களுக்கு மெயினா வந்துட்டு as a டிஸ்ட்ரிபியூட்டர்ஷிப் எடுக்கிறவங்களுக்கு ஒரு சூப்பரான குட் ப்ராஃபிட் அவங்களுக்கு கண்டிப்பா இருக்கும். சோ அட் தி சேம் டைம் அவங்களுக்கு வந்து பாத்தீங்கன்னா பேசிக் ஆயிட்டு ஒரு சில ரெக்யர்மெண்ட்ஸ் இருக்கு. ஓகே. ரெக்யர்மெண்ட்னா ஒரு மினிமம் ஒரு 600 ஸ்கொயர் ஃபீட்ல ஷோரூம் வேணும். ஏன்னா நம்மளோட ப்ராடக்ட்ஸ் எல்லாம் லே செய்யணும் சார். ஓகே. லே பண்ணா மட்டும் தான் டிஸ்ப்ளே செஞ்சா மட்டும் தான் அது வந்து கொஞ்சம் வரக்கூடிய கஸ்டமர்ஸ்க்கு நிறைய என்குயரிஸ் வரும். ஓகே. அது இல்லாம ஒரு 2000 ஸ்கொயர் ஃபீட்ல ஒரு மாஸ் குடோன் வேணும். ஏன்னா மெட்டீரியல் ஸ்டோர் பண்றதுக்கு கண்டிப்பா அந்த வேர் ஹவுஸ் வந்து வேணும். ஓகே. அதுக்கப்புறம் அவங்க எப்படி அவங்க சைடு இருந்து லீட் ஃபாலோ பண்றதுக்கான மேன் பவர் ரெக்யர்மெண்ட்ஸ் ஒரு 1 or 2 பீப்பிள் கண்டிப்பா இனிஷியலா தேவை இருக்கும். ஓகே. சோ அதை அவங்க பண்ணிட்டாங்கன்னா எங்க சைடு இருந்து மார்க்கெட்டிங் சப்போர்ட், என்டையர் டிஜிட்டல் மார்க்கெட்டிங்ல இருந்து என்டையர் மார்க்கெட்டிங் வைஸ் எங்களோட சப்போர்ட்ஸ் நம்ம ஃபுல் ஆയിട്ട് கொடுக்கும். സോ എൻറ്റയർ കേരള ഫുള്ള് அவங்க സപ്ലൈ ചെയ്യും. അതായത് ബിസിനസ് ബെഞ്ചിന്റെ ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊന്നും നിങ്ങൾക്ക് ഇവിടെ റീറ്റെയിൽ ആയിട്ട് കിട്ടില്ല. ഇവിടുത്തെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താലും കിട്ടില്ല. കേരളത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി മാത്രമേ ഈ പ്രൊഡക്റ്റുകൾ സെൽ ആവുള്ളൂ. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാൽ നിങ്ങൾ കേരളത്തിൽ ഏത് ജില്ലയിലെ വ്യക്തി ആയിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, ഡിപ്പെൻസ് ഓൺ എവിടെ ആയാലും ഈ മിനിമം റിക്വയർമെന്റ് നിങ്ങൾക്കൊരു ഡിസ്പ്ലേ ഷോറൂം പ്ലസ് ഒരു ഗോഡൌൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള വേറെ അഡ്വാൻറ്റേജ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ഡീലേഴ്സിനെ നിയമിക്കാൻ പറ്റും. കാരണം ഈ പ്രൊഡക്റ്റിന്റെ ഡീലേഴ്സിനെ നിയമിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വഴിയായിരിക്കും ഈ ഡീലേഴ്സ് പ്രൊഡക്റ്റുകൾ വിൽക്കുകയും അതേപോലെ തന്നെ കസ്റ്റമർ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ വഴിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അപ്പൊ നിങ്ങൾക്ക് ഡീലേഴ്സിനെ നിയമിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലേ? കണ്ടിപ്പാ. ഇപ്പൊ അറ്റ് പ്രസന്റ് வந்து இன்டீரியர் ப்ராடக்ட் மார்க்கெட் நன்னாயிட்டு இப்போ வந்து எல்லாமே வந்துட்டு நல்ல ஒரு கன்ஸ்ட்ரக்ஷன் ஓரியன்டா போறப்போ நல்ல ஒரு ഇന്റീരിയർ പ്രോഡക്ട്സ്ക്ക് நிறைய സ്പെൻഡ് பண்ணக்கூடிய കസ്റ്റമേഴ്സ് நிறைய. മുമ്പൊക്കെ ആണെങ്കിൽ വീട് മാത്രമായിരുന്നു, ഇപ്പൊ ആണെങ്കിൽ ഓഫീസ് സ്പേസ് ഉണ്ട്, ലൈക് കോവർക്കിംഗ് സ്പേസ്, അതേപോലെ തന്നെ എല്ലാം കോളേജ് ഇന്റീരിയർ എല്ലാത്തിനും ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ടോപ്പ് ഇതിലാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് എസ്പെഷ്യലി ഇപ്പൊ വുഡൻ ചെയ്യുന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേറൊരു മാർക്കറ്റ് സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. ആൻഡ് യു ആർ ഗിവിംഗ് 20+ ഒക്കെ ഇയറുള്ള വാറണ്ടിയും ഒക്കെ കൊടുക്കുന്നത്. ഡെഫിനറ്റ്ലി ദിസ് ഈസ് റിയലി റിയലി എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. സോ ഐ എം ഫ്രം കേരള, ഞാൻ കേരളത്തിലാണ്. ഐ എം വെരി ഇൻട്രസ്റ്റഡ് ടു സ്റ്റാർട്ട് ദിസ് ലൈക് ഡിസ്ട്രിബ്യൂഷൻ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? സോ ബേസിക്കലി கீழ நம்மளோட ஸ்க்ரோலிங்ல நம்பர் போயிட்டு இருக்கும். நமக்கு கால் பண்ணா நம்மளோட கஸ்டமர் சப்போர்ட் டீம் இன்வைட் பண்ணுவாங்க. சோ
நம்மளோட ஆபீஸ் ஒன்ஸ் விசிட் பண்ணனும். ஓகே, ഈ ഓഫീസ് ഫുൾ ആയിട്ട് വിസിറ്റ് பண்ணனும் சார். நெக்ஸ்ட் ஒரு சில பேசிக் டர்ம்ஸ் அண்ட் கண்டிஷன்ஸ் இருக்கு. என்னன்னா அவங்களோட பேசிக்கான திங்ஸ் என்னென்ன இருக்கு, நம்மளோட பேசிக் அபிஷியல் மீட்டிங் ஒன்னு இருக்கும். அது முடிச்சதுக்கு அப்புறம் அவங்களுக்கு ஓகேங்கிற மாதிரி இருந்தா நம்ம റെഡി. അപ്പൊ നിങ്ങൾ ഈ സ്റ്റോർ വിസിറ്റ് ഒക്കെ ചെയ്ത് കൺഫേം ആക്കി ഈ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കിയതിനു ശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ കൊടുക്കുക. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഈ ഒരു അവസരം മിസ്സാക്കരുത്. റിയലി ഗുഡ്. താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യുക. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ആണ്. കേരള ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആണ് നോക്കുന്നത്. ഒരാൾക്കാണ് അവസരം. ഈ ഒരു അവസരം മിസ്സാക്കരുത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.